ഇന്നൊരു അടിപൊളി വീട് സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുന്നത്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല മേലാർക്കോട് പഞ്ചായത്തിൽ നമ്മുടെ ചിറ്റിലഞ്ചേരിക്കൊക്കെ അടുത്തായിട്ടാണ്. ചിറ്റിലഞ്ചേരിക്കും മുടപ്പല്ലൂരിനും ഇടയ്ക്ക് പള്ളിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിൽ 30 സെൻറ്റ് പറമ്പാണ്, ജന്മന്തീർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലവും പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനും പുറത്ത് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കായ്ക്കുന്ന 10-15-16 തെങ്ങുകൾ, പിന്നെ കായ്ക്കാറായി നിൽക്കുന്ന ഒരു 4-5 തെങ്ങുകൾ, പിന്നെ കറിവേപ്പ്, മുരിങ്ങ, വാഴ, അങ്ങനെയൊക്കെ. ബാക്കി നമുക്ക് കുറേ സ്ഥലം ഇതിൽ കാലിയായി കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇനിയിപ്പോൾ റംബൂട്ടാനോ അല്ലെങ്കിൽ ചാമ്പങ്ങയോ പേരയ്ക്കയോ സപ്പോർട്ടോ അങ്ങനെ എന്തും വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്നൊരു മണ്ണാണ്. അപ്പോൾ ഈ 30 സെൻറ്റ് സ്ഥലത്തിൽ 2900 സ്ക്വയർ ഫീറ്റാണ് വീട്. 4 ബെഡ്റൂം ഉണ്ട്, 3 എണ്ണം അറ്റാച്ച്ഡും, പിന്നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്താണ് ഒരു ബാത്റൂം സൗകര്യമുള്ളത് കേട്ടോ. നല്ല എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വന്നാൽ ഒരു 8-10 കാറൊക്കെ വന്ന് സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം നമ്മുടെ ഈ മുറ്റത്തുണ്ട്. പാലക്കാട് ജില്ലയാണ്, മേലാർക്കോട് പഞ്ചായത്തിലെ പള്ളിക്കാട്. അതായത് നമ്മുടെ ഈ തൃശ്ശൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നേരെ തൃശ്ശൂർ ടു പൊള്ളാച്ചി, അത് ഗോവിന്ദാപുരം വഴിക്ക് പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്ക് വടക്കഞ്ചേരി, മുടപ്പല്ലൂർ, ചിറ്റിലഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട്, അങ്ങനെയാണ് പൊള്ളാച്ചിക്ക് പോകുന്നത്. അപ്പോൾ ഈ ചിറ്റിലഞ്ചേരിക്കും മുടപ്പല്ലൂരിനും ഇടയ്ക്കായിട്ടാണ് ഈ പള്ളിക്കാട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് വരുന്നത്. ഈ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 200-250 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില കണ്ടോ. അതിൽ നമുക്ക് ഈ പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിൽ നിന്ന്, ഈ മതിലിൻ്റെ എൻഡാണ് ഇവരുടെ ബൗണ്ടറി, ഈ ഭാഗത്തായിട്ട് നമുക്ക് കോൺക്രീറ്റ് റോഡ് വന്ന് അവസാനിക്കുന്നു. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10-15 മീറ്റർ ദൂരം മണ്ണ് റോഡാണ്. എല്ലാ വണ്ടികൾക്കും വരാട്ടോ. അതങ്ങനെ വന്ന് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് സുഖമായി വന്ന് കയറാനുള്ള വീതിയുള്ള വഴിയുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത്, ഈ 30 സെൻറ്റ് സ്ഥലവും 2900 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിച്ചിരിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിനി അദ്ദേഹവുമായിട്ടിരുന്ന് വന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും കുറഞ്ഞെങ്കിലായി കേട്ടോ. അത്രയും ദൂരം നമുക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, അടുത്ത് വീടുകളുണ്ട്. എന്നാൽ തിങ്ങി ഞെരിങ്ങി ഇങ്ങനെ അടുപ്പിച്ച് വീടുകളുള്ളൊരു ഭാഗമല്ല. എന്നാൽ ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ബസ് റൂട്ടും അതുപോലെ ആരാധനാലയങ്ങളായിട്ടുള്ള അമ്പലവും മുസ്ലിം പള്ളിയും ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ്. അതുപോലെ ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പള്ളിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേലാർക്കോടിന് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുടപ്പല്ലൂരോ വടക്കഞ്ചേരിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സഭക്കാരുടെയും ക്രിസ്ത്യൻ പള്ളികളും ഉണ്ട് കേട്ടോ. വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. അപ്പോൾ വില ഞാൻ ഒന്നുകൂടെ പറയുന്നു, 30 സെൻറ്റ് പറമ്പിനും ഈ 2900 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥ ചോദിച്ചിരിക്കുന്നത് 65 ലക്ഷം രൂപയാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഏകദേശം 2 ലക്ഷം രൂപ വരെ മാർക്കറ്റ് വിലയുള്ളൊരു ഭാഗമാണ്. നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീടിന് ഏകദേശം ഒരു 15-16 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ്. കുട്ടികളുടെ കലാവിരുദ്ധാണ്, ചുമര് മുഴുവൻ വരച്ചു കൂട്ടിയിരിക്കുന്നത് എല്ലാ വീടുകളിലും. ഇപ്പോൾ എൻ്റെ വീട്ടിലടക്കം അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ സിറ്റ് ഔട്ട്, നല്ല ലിവിങ് റൂം, നല്ല വിശാലമായിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പിറന്നാളൊക്കെ കഴിക്കുവാണെങ്കിൽ അതിന് നമുക്കിനിയിപ്പോൾ പുറത്ത് പന്തലിടണമെന്നൊന്നുമില്ല. നല്ല വിസ്തൃതമായിട്ടുള്ളൊരു ഹാള്, അതിനോട് ചേർന്ന് തന്നെ 2 ബെഡ്റൂം, ഒറ്റ നില വീടാണ് കേട്ടോ. 4 ബെഡ്റൂമും താഴത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആ ഒരു ഹാൾ കഴിഞ്ഞ ഉടനെ ഒരു ബെഡ്റൂം കണ്ടല്ലോ, ആ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ നമുക്കിത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അപ്പുറേ നിന്നുള്ള ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ഇത് തന്നെയാണ് റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യം ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂമിന് 2 ഡോറാണ് അപ്പുറേ ഇപ്പുറേ. ഇതിൽ ഈ 2900 സ്ക്വയർ ഫീറ്റ് പറഞ്ഞതിൽ ഒരു 500-550 സ്ക്വയർ ഫീറ്റ് നമുക്കിങ്ങനെ തട്ടിട്ടിട്ടുള്ളതാണ് കേട്ടോ. അത് മുകളിൽ ഓടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ്. അതിൽ നിന്നാണെങ്കിൽ ഇതാണ്ടോ ഇങ്ങനെ കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം സൗകര്യം. അപ്പുറയിൽ നിന്ന് ഇപ്പുറയിൽ നിന്നൊക്കെ വരാം. യൂസ് ചെയ്യുന്നവർ 2 ഭാഗവും ലോക്ക് ചെയ്യണമെന്ന് മാത്രം. ഇതിൻ്റെ മര ഉരുപ്പടികളൊക്കെ എത്രയോ വർഷങ്ങൾ, എത്രയോ പറഞ്ഞു അധികം ഞാൻ മറന്നുപോയി, അത്രയും പഴക്കമുള്ള മര ഉരുപ്പടികൾ കൊണ്ട് തട്ടിട്ടിട്ട് നല്ല കൂളിംഗാണ് വീടിനകത്തോട്ടൊക്കെ കയറുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ 3ാമത്തെ റൂം. ഇതിലും അപ്പോൾ ഈ 2 റൂമിൽ തട്ടിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു ചെറിയ ഒരു ഇടനാഴിയുണ്ട്. അതുകൂടാതെയാണ് നമുക്ക് ഒരു പ്രാർത്ഥനാ മുറി വരുന്നുണ്ട്, പൂജാമുറി വരുന്നുണ്ട്. അതിപ്പോൾ ഒരു മുസ്ലിംസാണ് മേടിക്കുന്നതെങ്കിൽ അവർക്കൊരു നിസ്കാര റൂം, ഇനിയിപ്പോൾ ക്രിസ്ത്യൻസാണ് മേടിക്കുന്നതെങ്കിൽ അവർക്കും ഒരു പ്രയർ ഹാളൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഈ മര ഉരുപ്പടികൾ കൊണ്ട് തട്ടിട്ടിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് പിന്നെ ചുമരിൽ പിന്നെ ഇരുമ്പിൻ്റെ ആംഗ്ലർ കൊണ്ട് പൈപ്പ്, സ്ക്വയർ പൈപ്പ് കൊണ്ടൊക്കെയാണ് അതിൽ ഓട് കമിഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന് ഈ 15-16 വർഷത്തെ പഴക്കമായിട്ട് ഇത്രയും കാലമായിട്ടും ഇതിൻ്റെ മുകൾ ഭാഗം, ഈ വാർത്ത ഭാഗത്തൊന്നും ലീക്കേജിൻ്റെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മുകളിൽ ഇതുവരെയും ഷീറ്റ് ഇടാത്തത് തന്നെ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. ഇതാണ്ടോ, ഇത് നമുക്കൊരു ചെറിയൊരു ഇടനാഴി അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു പ്രാർത്ഥനാ മുറിയും ഉണ്ട്. കണ്ടോ, ഈ മര ഉരുപ്പടികളൊക്കെ വന്ന് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെയാണ് നമുക്കൊരു പൂജാമുറി വരുന്നത്. വീടിൻ്റെ ദർശനം ഞാൻ പറഞ്ഞല്ലോ, കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഫാമിലിക്കൊക്കെ വന്ന് സുഖമായിട്ട് ഇനി ഇതിനകത്ത് വേറെ വലിയ പണികളൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം എന്ന് മാത്രം. കണ്ടോ, ഈ ഭാഗത്ത് അങ്ങനെ കണ്ടോ, ഇത്രയും ഭാഗം മാത്രം ഓട് കമിഴ്ത്തിയിരിക്കുകയാണ്. അതിൻ്റെ താഴെ ഈ മര തട്ടിട്ടിട്ടതിൻ്റെ മുകളിൽ നല്ല കനത്തിൽ തന്നെ കോൺക്രീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സുഖമായിട്ട് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഡംപ് ചെയ്യാനൊക്കെ പറ്റുന്ന ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ താഴെ 2 ബെഡ്റൂം കഴിഞ്ഞു, 3 ബെഡ്റൂം കഴിഞ്ഞു. ഇത് 3ാമത്തെ റൂമാണ്. ഇതിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒരു സൗകര്യമുള്ളത്. ഇതൊരു കുഞ്ഞുവാവ കിടക്കുന്നൊരു മുറിയാണ്, കൊതുകൊന്നും വരാതിരിക്കാനുള്ള രീതിക്കുള്ള മസ്കിറ്റോ സംബ്രല്ല. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ബാത്റൂമിൻ്റെ മുകളിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വലിയ വീടാണ്. അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ എന്ത് ചെയ്തിട്ടില്ല, വില സത്യം പറഞ്ഞിട്ടില്ല. ഈ അവിടുത്തെ വില 2 ലക്ഷം രൂപയോളം മാർക്കറ്റ് വിലയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 5 ലക്ഷം രൂപയെ ഈ വീടിനും അവർ വില കണക്കാക്കിയിട്ടുള്ളൂ, ഇത്രയും വലിയ വീടിന് കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയാണ് കണ്ടോ, അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കണ്ടോളൂ, വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം വിളിക്കൂ. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിറയെ പേര് ഷെയർ ചെയ്ത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. ഇത് നമുക്കൊരു വർക്ക് ഏരിയയാണ് ഈ ഭാഗത്ത്. ഇവിടെ അങ്ങനെ ഒരു ചോറ് ഊറ്റാൻ പാകത്തിനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എലവഞ്ചേരി ഇവിടെ അടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നിറയെ ആയുധങ്ങളൊക്കെ ഒരു പണിത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കിണറാണ്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. കിണർ വെള്ളമാണ്. എത്ര വേനലും ഇതുവരെയും ഇതിൽ കിണർ വെള്ളം വറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത് കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും ഇവർ എടുക്കാറില്ല. ഈ കിണറിലെ വെള്ളം കൊണ്ട് തന്നെയാണ് ഇവർ വീട്ട് ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും മറ്റേ ഈ നനയ്ക്കുന്നതൊക്കെ ഈ കിണറിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ്. വെള്ളം വറ്റാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ തെങ്ങുകൾക്കൊക്കെ ഏകദേശം ഒരു 10, 25, 30 വർഷത്തോളം 30 വയസ്സോളം പ്രായമുണ്ട്. എന്നാലും നല്ലതുപോലെ കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ. കണ്ടോ, കിണറിൽ വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇഷ്ടിക കൊണ്ട് പടുത്ത് ഉയർത്തിയിട്ടുള്ള കിണറാണ്, ഇടിയോ താഴോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട ശേഷം വിളിക്കൂ. മറ്റുള്ളവർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പാലക്കാട് ജില്ലയാണ്. ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പാലക്കാടും തൃശ്ശൂരും അതുപോലെ പൊള്ളാച്ചിയും. പാലക്കാട്ടിലേക്ക് ഒരു 40 കിലോമീറ്റർ, തൃശ്ശൂർക്ക് അതുപോലെ ഒരു 40 കിലോമീറ്റർ, പൊള്ളാച്ചിക്കാണെങ്കിൽ ഒരു 52-53 കിലോമീറ്ററാണ് വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ അടുത്ത് കിടക്കുന്ന ടൗണാണ് നമ്മുടെ ചിറ്റലഞ്ചേരി, അതുപോലെ മുടപ്പല്ലൂർ. എല്ലാ സൗകര്യങ്ങളുള്ള ടൗണുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ വീടിനോട് അടുത്ത് തന്നെയായിട്ടാണുള്ളത്. പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വലിയ ടൗൺ എന്ന് പറയാനായിട്ട് നമുക്ക് നെന്മാറ, അതുപോലെ വടക്കഞ്ചേരി. അവൈറ്റീസ് ഹോസ്പിറ്റലിലേക്കൊക്കെ 5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, നമ്മുടെ നെന്മാറയിലുള്ള അവൈറ്റീസ് ഹോസ്പിറ്റലിലേക്ക്. ഇനിയിപ്പോൾ വലിയൊരു CCI മെഡിക്കൽ കോളേജ് വരുന്നുണ്ട് നമ്മുടെ അണക്കപ്പാറ ഭാഗത്ത്, ഇരട്ടക്കുളം ഭാഗത്ത്. അവിടേക്കൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 8-9 കിലോമീറ്റർ ദൂരെ ഈ വീടിൻ്റെ അവിടെ നിന്ന് വരുള്ളൂ. ചുറ്റുഭാഗവും ഇതിന് നമുക്ക് കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്, മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ വാങ്ങുന്നവർക്ക് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. പേപ്പർ ഭാഗങ്ങളൊക്കെ എല്ലാം ക്ലിയറാണ്, എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ്. ഒരു 23-24 ലക്ഷം രൂപ ലോണുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാങ്കിൻ്റെ വക്കീലും അതൊക്കെ നോക്കി പേപ്പർ ഭാഗങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയതിനു ശേഷമാണ് ഇവർക്ക് ലോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ്. വീഡിയോയുടെ ഈ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി നിർത്താൻ ഭാഗത്തിനൊക്കെ ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു, വണ്ടികളൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു സൗകര്യത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റെയർ നമുക്കൊരു സൈഡിലൂടെയാണ് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയറിൻ്റെ പണി. മുകളിൽ കണ്ടോ, ആ ഓടിട്ട ഭാഗത്തൊക്കെ അതിൻ്റെ മൊക്കോടൊക്കെ സിമെൻറ്റ് കൊണ്ട്, ഇവിടെ പാലക്കാടൻ ഭാഷ പറയുകയാണെങ്കിൽ കാറ ഇടുക എന്നാണ് പറയുക, സിമെൻറ്റ് വെച്ച് പോയിൻ്റ് ഇടുന്നതിന് പാലക്കാടൻ ഭാഷയിൽ അങ്ങനെ പറയുക. അപ്പോൾ ഇവിടെയൊന്നും ഇതുണ്ട്, ഇതൊരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു ബെഞ്ച് പോലെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയൊരു തിട്ട് കെട്ടിയിട്ടിരിക്കുന്നു, അതിലൊക്കെ വന്ന് ഇരിക്കാൻ ഭാഗത്തിനൊക്കെ. അപ്പോൾ ഇവിടെയാണ് കണ്ടോ ഓടൊക്കെ വൃത്തിയായി. ഈ അടുത്ത മറ്റൊക്കെയാണ് അത് പൊളിച്ചു പണിതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓടൊന്നും ഇളകിയിട്ടില്ല, ഒരു ഓട് പോലും ഇളകിയിട്ടില്ല. അത് 2 ഓട് സെപ്പറേറ്റ് അതിൻ്റെ മുകളിൽ ബാക്കി വന്നപ്പോൾ അവിടെ വെച്ചതാണ്.
ആ 2 ഓട്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഒന്നും നോക്കാനില്ല. അതുപോലെ എല്ലാ ഭാഗവും വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നു. ലീക്കേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവർ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു വീടാണ്. അടുത്തൊക്കെ വീടുകളുണ്ട്. ബസ് റൂട്ടിൽ നിന്നാണ് ഞാൻ കാണിച്ച ആ റോഡിൽ നിന്നാണെങ്കിൽ ജസ്റ്റ് ഒരു 250 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഉടമസ്ഥൻ ചോദിച്ച വില ഈ 30 സെൻറ്റ് പറമ്പിനും 2900 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും അദ്ദേഹവുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.